ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ ലൈഫിൽ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. സോ ഇന്ന് നമുക്കൊരു ഷൂട്ടുണ്ട്. അപ്പം ഒരു ഓണത്തിൻ്റെ സദ്യ ഷൂട്ടാണ്. സോ ഞാൻ ഡ്രസ്സ് ഇങ്ങനെ തപ്പുന്നുണ്ട്. അവസാനം ഡ്രസ്സൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ട് അത് പറ്റില്ല പറഞ്ഞിട്ട് ഞാൻ വേറെ ഡ്രസ്സ് പുതിയത് മേടിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഉണ്ട് ഡ്രസ്സൊക്കെ എടുത്ത് ഞാൻ മാറ്റിയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി ഇട്ടിട്ടുണ്ട്. അങ്ങനെ സെറ്റായി റെഡിയായി മുല്ലപ്പൊക്കെ വെച്ച് ഞങ്ങൾ നേരെ സഫാരി മാളിലെത്തി. അവിടെ ആയിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നത് കേട്ടോ. അല്ലാന്ന് പറയാൻ മുന്നേ കണ്ടിട്ടില്ലല്ലോ. എങ്ങനെയുണ്ട് ഫുള്ളൊക്കെ? മുല്ലപ്പൂ ഒരു വർഷം യൂസ് ചെയ്യാം, പാടാത്ത പണ്ട് അമ്മായിയും ദുഷ്ടത്തെയാണെങ്കിൽ മുല്ലപ്പൂ പാടുന്ന അങ്ങനെയൊക്കെ. ഇപ്പൊ മേടിച്ച് ഇപ്പൊ തന്നെ ഉടുത്ത ഡ്രസ് എന്ത് ചെയ്യാനല്ലേ? കാണിക്കേ ബ്ലാക്ക് ആണല്ലേ? ഭയങ്കര സ്ലിമാണ്. പക്ഷെ അത് മുടുക്കനായി ശരിക്കും. അടിപൊളി അടിപൊളി. ചെറിയ റാപ്പൊക്കെ നടക്കണം. അനീഷ് എങ്ങനെ ഇവനെ കുറച്ച് ദൂരത്തെ കാണിക്കണം. കാരണം ഈ സാധനങ്ങൾ വലിയ തല വലുതാണ്. സാധനം പൊന്നോ. ഇജാണോ ശരിക്കും മാവേലി? പേരെടുത്ത് സേക്ക ഇപ്പൊ സേക്ക് പോയന്നെ മാവേലിക്ക് പിന്നെ പാതാളത്തില്. കണ്ണാടി ഞാൻ തന്നെ കവറിവിടെ. മാവേലി ഉണ്ട്, മാവേലിന്റെ ശിശുക്കളുണ്ട്. സഫാരി മാളിലെ ദേവപ്പുട്ടനെ സഫാരി മാളിലെ ദേവപ്പുട്ടനെ പിന്നെ അപ്പൊ ലൊക്കേഷൻ പറക്കണ്ട, ഷാർജ സഫാരി മാളിലെ ദേവഫുഡ്. അപ്പൊ എല്ലാവർക്കും ഡെയിലിംഗ് ടേക്ക് അവേ ഡെലിവറി എല്ലാം അവൈലബിൾ ആണ്. ഇതിന്റെ സീൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. അവിടെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മളൊരു സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. കുറേ നാളെ ഞാൻ കാണണമെന്ന് വിചാരിച്ചതാണ് തുടക്കം. അപ്പോൾ ഫ്രീ അല്ലാത്തതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തുടക്കം കാണാൻ വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട്. ഫുഡ് കഴിച്ചിട്ട് കേട്ടോ, അതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കൊണ്ടുവന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പുട്ട കഴിക്കുന്നത്. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫുഡ് വളരെ കുറച്ചു. ഞാൻ നോർമലി കഴിക്കലുണ്ട് ഇടയ്ക്ക്, പക്ഷേ ഇപ്പോൾ വളരെ കുറച്ചിട്ട് ഇപ്പോൾ കുറച്ച് മാത്രമേ കഴിക്കലുള്ളൂ ഫുഡൊക്കെ. അങ്ങനെ ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാളിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. സിനിമയ്ക്ക് വന്നിരിക്കുകയാണ്. സിനിമയ്ക്ക് നമ്മുടെ ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാളിലെ സിനിമയ്ക്ക് തുടക്കം കാണാൻ. തുടക്കം
ആ കറപ്സിന്റെ അങ്ങനെ ബിയോണ്ടാണ് അങ്ങനെ പിടിക്കണ്ട, ഇടുമ്പോ ബാഗ് പോലെ ഇട്ടാണ് അതിന്റെ കയ്യിൽ ഉള്ളിക്കിട്ടുണ്ട്. ഞാൻ എത്തിയില്ലല്ലോ. അത് ഗോൾഡാ. भैया क्यों സിസ്റ്റർ മാളില് क्यों जिंदगी में यो വിസ്മയ भैया ഏതാ ഏതാ ഫോർ അറിയില്ല, നമുക്ക് തന്നാണ് നമ്മൾ നോക്കി അറിയില്ല. ഇത് നോക്കണം. ജി ആണ് ജിയാണ് ജയാണ് ജിയാണ് ലാസ്റ്റ് ലാസ്റ്റ് മീൻസ് ഏറ്റവും ഏറ്റവും മുകളിൽ കണ്ടുപോയിരിക്കും. മനുഷ്യന്റെ കുട്ടികളുടെ കൂടെ വരുന്നല്ലേ ഉള്ളൂ, സമയം. ഒരു ചിരി പെപ്പർ ചിരിയിലുള്ള സൂപ്പർ സിനിമ എന്ന് പറഞ്ഞാൽ അടിപൊളി, ആണുങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഉറക്കം കളഞ്ഞ് വന്നിട്ട് സൂപ്പർ സിനിമ. സിനിമ രസം പക്ഷെ എന്താണ് പക്ഷെ ഇടില്ല സാധനം, ഒരു രക്ഷയില്ല, സത്യമായിട്ട് അടിപൊളി. ഈ സിനിമ കാണാനോ അത് വേറെ സിനിമ കാണാനോ അറബികള് നമ്മുടെ കണ്ടിട്ട് മോഹൻലാൽ ആരാധന വെച്ച് കഴിഞ്ഞാൽ മെസ്സിയാന്ന് പറയും. അത് അറബി അല്ല, അത് ചെലപ്പോ കെട്ടിയത് അടിപൊളി സിനിമ, സൂപ്പർ സിനിമ, എല്ലാരും കാണണം. കണ്ടോ രസമുണ്ട്, കുഴപ്പമൊന്നുമില്ല. അടിപൊളി. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു സ്ഥലത്ത് മോഹൻലാൽ വേണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അതുകൂടെ പറഞ്ഞോടെ ഇട്ടി കിട്ടും.